നിന്റെ നക്ഷത്രദോഷം എന്നല്ല ഞാൻ എന്താ പറയാ എന്റെ വിഷ്ണു. നിസ്സാര നമ്പറും കൂടി ഓർത്തു വെക്കാനുള്ള ബോധം നിനക്ക് ഉണ്ടായില്ലല്ലോ. നമ്പർ എനിക്ക് അറിയായിരുന്നു. ആ നേരത്തെ ടെൻഷനിൽ മറന്നുപോയതാ. ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ, കഴിക്കാൻ ദോശ എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. मिल गया विष्णु, मिल गया, मिल गया, मिल गया विष्णु, तुमको मकान मिल गया। करीम भाई, नहीं 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 नहीं, ये हमारा आते है, तुमको नहीं मालूम? എവിടെ കരീം ഭായി വീട്? അതൊക്കെ വിസ്തരിച്ച് പറയാ. നീ നാളെ ബീവിനും കൂട്ടി വാ. ऊपर आइए. आइए आइए. ഇതിന് വേറൊരു കൂട്ടരാ, അത് കണക്കിലെടുക്കണ്ട. ഈ ഒരൊറ്റ മുറിയേ ഉള്ളൂ. ഇത് തന്നെ കിടപ്പുമുറിയും ഇരിപ്പുമുറിയും ഒക്കെ. പിന്നെ അപ്പുറത്തൊരു ചെറിയ ചായ്പുണ്ട്, അതാണ് അടുക്കള. എങ്ങനെയുണ്ട്? 800 റുപ്യാണ് വാടക. പിന്നെ കറണ്ട് ചാർജും വെള്ളത്തിന്റെ ചാർജും വേറെ കൊടുക്കണം. കൊടുക്കാം. പകുതിയുടെ കാര്യത്തിൽ ഒരു ഒറ്റ നയാ പൈസ കൊടുക്കാൻ പറ്റൂല എന്നാണ് കിളവൻ പറയുന്നത്. 25,000 റുപ്യ. എത്ര? 25,000 പച്ചീസ സാർ. കാശായിട്ട് ഓരോ പാർട്ടിക്കാർ വന്ന് ക്യൂ നിൽക്കുകയാണ്. ചങ്ങായി, ഇതെന്നെന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാണ്. മാക്സിമം ഒരു 10,000 രൂപ, അത്രേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇതിപ്പോ 25,000 എന്നൊക്കെ പറയുമ്പോ എവിടുന്നെടുത്ത് കൊടുക്കാനാ? പകുതി മാത്രം പോരല്ലോ. അത്യാവശ്യത്തിന് വേണ്ട ഫർണിച്ചറും മറ്റു സാധനങ്ങളും വാങ്ങണം. താമസം തുടങ്ങിയ ശമ്പളം കിട്ടുന്നവരെ 1 മാസം ചെലവ് അടക്കണം. ഞാനും അത് ആലോചിക്കണേ. നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി വിഷ്ണുട്ടാ. കരിമ്പായോട് പകുതി കുറഞ്ഞ് വേറെ ഏതെങ്കിലും വീട് നോക്കാൻ പറഞ്ഞാലോ? എത്ര പ്രയാസപ്പെട്ടിട്ട് ഇത് തന്നെ ഒത്തുവന്നത്. വേണ്ടാന്ന് വെച്ചാൽ പിന്നെയും കാക്കേണ്ടി വരില്ലേ കുറെ കാലം കൂടി? അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. 5,000 രൂപ പകുതി കൊടുക്കാൻ വെച്ചിരുന്ന കൈ തന്നെ. ഓഫീസിലെ മാനേജർ വേദമണി സാറ് കുറച്ച് എമൗണ്ട് ലോൺ തരാൻ ഏറ്റിട്ടുണ്ട്. അതും പുള്ളിയുടെ ഓൺ റിസ്കിൽ. ആ സേട്ടൂൻ എന്നെ കാണുന്ന തന്നെ ചതുർത്തിയ. അതാ കുഴപ്പമായത്. എങ്ങനെ അരിച്ചു പറിക്കാലും പകുതി എമൗണ്ടിൽ കൂടുതൽ അപ്പോഴും ആകുന്നില്ല. ഇത് വെക്കാം നമുക്ക്. എല്ലാം കൂടി ഒരു 10-15,000 രൂപ കിട്ടും. അപ്പൊ കണക്ക് കൂട്ടിയാ മൊത്തം 25,000 രൂപയോളം ഉണ്ടാവില്ലേ? അത് മതിയാവില്ലേ? ആകെ കുറച്ച് ആഭരണല്ലേ ഉള്ളു വരുന്നതൊക്കെ, അതെടുക്കണ്ട. സാരില്ല, എനിക്ക് ആഭരണങ്ങൾ ഇടണമെന്ന് വലിയ മോഹമൊന്നുമില്ല. അതിനേക്കാളും വലിയ മോഹമല്ലേ ഇത്? താലിച്ചയും വേണ്ട, അതും കൂടി വിറ്റിട്ട്. അത് വേണ്ട. അപ്പൊ പണം തികഞ്ഞില്ലെങ്കിലോ? കുറച്ച് പണത്തിന്റെ കുറവല്ലേ വരൂ, അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. രാജേന്ദ്രന്റെ അഡ്രസ് കയ്യിലുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവൻ കുറെ പണം എനിക്ക് തരാനുണ്ട്. നിനക്കെന്താ ഒരു അമ്പരപ്പ്? രാജേന്ദ്ര, എങ്ങനെ പോയാലും ദിവസം 10-35 റുപ്യ കിട്ടും. സുഖം, പരമസുഖം. നിനക്കിനിയും രാജേന്ദ്രനെ മനസ്സിലായിട്ടില്ല. ഞാൻ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. ദുർഗ എന്റെ കൂടെ തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ സേട്ടുവിന്റെ കുറെ കാശ് എടുക്കാന്നുള്ള ധാരണയിലാണ് അവളെ വളച്ചതും വിളിച്ചോണ്ട് പോകുന്നതും ഒക്കെ. ഒരു സുപ്രഭാതത്തിൽ എല്ലാം മറന്ന് സേട്ടു വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. സേട്ടുവിന്റെ സണ്ണിലായി വിലസാന്നും ഒക്കെ സ്വപ്നം കണ്ടു. സ്വപ്നം കാണാൻ ആരുടെ സമ്മതം ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് യാതൊരു നിരാശയില്ല. പെണ്ണിനെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അപ്പൊ തൽക്കാലം ഒരു തൊഴിൽ, ഡെപ്പോസിറ്റുള്ള കുറച്ച് കാശ് സംഘടിപ്പിച്ചെടുത്താൽ ഏതെങ്കിലും ടാക്സി കയറി പറ്റാം. നിനക്ക് തരാനുള്ള പൈസ കാര്യം ഞാൻ മറന്നിട്ടില്ല. കരിമ്പാടും പറഞ്ഞേക്ക്, ഞാൻ അങ്ങനെ ചളിച്ചിട്ട് ഓടിപ്പോന്നൊന്നും അല്ലാന്ന്. എന്നെങ്കിലും ഒരിക്കൽ എല്ലാ കടങ്ങളും വീട്ടാൻ ബോംബെ നഗരത്തിൽ രാജേന്ദ്രൻ വീണ്ടും ലാൻഡ് ചെയ്യും, അന്തസ്സായിട്ട്. നീ എന്താ ഭാര്യയെ കൊണ്ടുവരാഞ്ഞത്? ദൂരം കുറയില്ലേ, ചുമ്മാ ഒരു മൂട് വന്നിപ്പോ ഞാൻ ഇറങ്ങിയുള്ളൂ. വീടിന്റെ കാര്യം എന്തായി? ഉടനെ ശരിയാവും. ദുർഗ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് നിന്റെ ഭാര്യയെ കുറിച്ച്. നമ്മുടെ ഭാഷ അറിയില്ലെന്നേ ഉള്ളൂ. അല്ലേ തന്നെ സ്നേഹിക്കാൻ എന്തിനാണ് ഭാഷ? ഞാനിപ്പോ ഒരു ഭർത്താവിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചോണ്ടിരിക്കുക. ഇതാണ് എന്റെ ഭവനം. ദുർഗ രേഖോ കോനാകിയ വിഷ്ണു, അതാ ഇത് കണ്ടോ? കോടീശ്വരനായ നമ്മുടെ മുതലാളിയുടെ ഏക മോള് എനിക്ക് തിന്നാനുള്ള ചപ്പാത്തി ഉണ്ടാക്കുക. അകത്ത് സ്ഥലം ഉണ്ടാവില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. ചായ ജൽദിലാണ്. പാവം, കൊട്ടാരം പോലത്തെ ഒരു വീട്ടിൽ ജീവിച്ചിട്ട്. അതാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇതിലും വലിയൊരു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് അവർക്ക് അറിയാം. ഇത് തന്നെ ടൗണിൽ നിന്ന് ഇത്രയും ദൂരെ ആയതുകൊണ്ട് ഭാഗ്യത്തിന് ഒത്തു കിട്ടിയതാ. വലിയ താമസമില്ലാണ്ട് ഒരാൾ കൂടി ഇതിനകത്ത് വന്ന് കേറും. അതെങ്ങാനും ഇരട്ടായ എന്റെ കാര്യം തെണ്ടി. അവന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടപ്പോ പൈസ വെക്കാൻ തോന്നിയില്ല. രാമേട്ടനോട് പറഞ്ഞ എങ്ങനെയല്ലേ സംഘടിപ്പിച്ചു തരും. പക്ഷേ പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് രാമേട്ടനോട് നന്ദി പറയാൻ ബാക്കിയേ. കാശുമായിട്ട് ഇന്ന് ചെല്ലാവുന്നല്ലേ കരിമ്പായിട്ട് അടുത്ത് പറഞ്ഞത്? 3000 രൂപയും കൂടെ ഉണ്ടെങ്കിൽ പകുതിക്കുള്ള കാശ് തികയില്ലേ?
താലി വേണമെന്നല്ലേ ഉള്ളൂ. ചെയിൻ റോൾഡ് ഗോൾഡിൻ്റെതായാലും ആരും അറിയാൻ പോകുന്നില്ല. ഇല്ലേ വിഷ്ണുട്ടാ? അരുന്ധതി, സാരമില്ലെന്നേ. सेठ जी किले ना? हाँ हाँ गिन लिया। पर एक बात कान खोल के सुन लो, अपन को किराया हर महीने बरोबर मिलते रहना चाहिए। अपन इस मामले में बहुत कड़क है, क्या समझे? जी। ये लो खोली की चाबी। और एक बात और याद रखो, ये बम्बई नगरी है, इधर दादा लोगों को थोड़ा सुपारी खिलानी पड़ती है। सुपारी? सुपारी उसको समझा नहीं। अरे वो खाने वाली सुपारी नहीं, सुपारी का मतलब है नकद, कैश, पैसा। इधर रहते रहते सब समझ जाओगे। जाओ, राम भली करेगा। शुक्रिया सेठ जी, शुक्रिया. കരിമ്പായി അയാൾ എന്താ പറഞ്ഞത്? അത് ഈ സ്ട്രീറ്റിലൊക്കെ ചില ദാദാമാരുണ്ടാവും, അവർക്കൊക്കെ ഇത് മാമൂല് കൊടുക്കണം. അത് ഈ ബൊംബായിലൊരു പതിവാ. നമ്മൾ ഏത് ഗല്ലി ചെന്ന് നോക്കിയാലും ഈ വക പാഹന്മാരുണ്ടാവുകയും ചെയ്യും. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കൊടുത്തായിട്ട് ഒഴിവാക്കലാണേ. ഞാൻ എന്താ തരണ്ട കരിമ്പായിക്ക്? കമ്മീഷൻ? കമ്മീഷൻ വാങ്ങാതെ ഒരു കച്ചവടം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് വേണ്ട. എന്നാൽ എന്റെ സന്തോഷത്തിന് ഞാൻ വാങ്ങണം നിർബന്ധമാണോ? എങ്കിൽ ഞാൻ ചോദിക്കുന്നേ തരേണ്ടി വരും. എന്ത്? ഒരു സ്മൈല്. സ്മൈലോ? അതെ, സ്മൈല്, പുഞ്ചിരി. അത് നീ വിചാരിക്കും പോലെ അത്ര ചെറിയ സംഗതി ഒന്നല്ല. അത് ഈ ബൊംബായിൽ കിട്ടാനും കുറച്ച് പ്രയാസാണ്. നീ വാ, പോവാ. കിനാവിന്റെ കൂടിൻ കവാടം തുറന്നു. കിനാവിന്റെ കൂടിൻ കവാടം തുറന്നു. സോപാനദീപം പ്രകാശം ചൊരിഞ്ഞു. ഒരേ കാന്തരാവിൽ ചേക്കേറുവാൻ ക്ഷണിപ്പു പ്രസാദം സമം പങ്കിടാനായി. കിനാവിന്റെ കൂടിൻ കവാടം തുറന്നു. സോപാനദീപം പ്രകാശം ചൊരിഞ്ഞു. കിനാവിന്റെ കൂടിൻ കവാടം തുറന്നു. സോപാനദീപം പ്രകാശം ചൊരിഞ്ഞു. ഒരേ കാന്തരാവിൽ ചേക്കേറുവാൻ ക്ഷണിപ്പു പ്രസാദം സമം പങ്കിടാനായി. കിനാവിന്റെ കൂടിൻ കവാടം തുറന്നു. സോപാനദീപം പ്രകാശം ചൊരിഞ്ഞു.
വിടർന്നു മുഖശ്രീലാമോദമായി ആ പാദചൂടം പടരും രോമാഞ്ചമായി കിനാവിന്റെ കൂടെ കവാടം തുറന്നു സോപാനദീപം പ്രകാശം ചൊരിഞ്ഞു പ്രസാദം സമം പങ്കിടാനായി കിനാവിന്റെ കൂടെ കവാടം തുറന്നു സോപാനദീപം പ്രകാശം ചൊരിഞ്ഞു ए, क्या तू ही वो मद्रासी है जिसने खोली भाड़े पे लिए? യെസ് സർ. अबे अंग्रेज की औलाद, ये यस यस क्या करता है? हफ्ता निकाल। तुझे मालूम नहीं यहाँ के हर नए किराएदार को अपन को हफ्ता देना पड़ता है? निकाल माल। पाँच सौ, सिर्फ 500। ये तो मेरे कुत्तों का हफ्ता है, समझा मद्रासी, मेरे कुत्तों का। अब उनको पूरा 5000 रुपया चाहिए। क्या? ₹5000, वरना ये खोली खाली करके निकल जाओ यहाँ से। लेकिन ब्रोकर बोला कि अबे चुप, हम जो बोलता है वो सुनने का। इस एरिया में सिर्फ हम बोलता है, बाकी सब सुनता है। 5000 इतने पैसे तो हमारे पास नहीं है, कल ले लेना। कल? जी ठीक है, अपन कल आएगा, माल तैयार रखना। चलो। കൃഷ്ണേട്ടാ, ഏയ് ഒന്നുമില്ല. ഇത് ഇന്ത്യ മഹാരാജ് അല്ലടോ, താൻ ബേജാറാവേണ്ടിരി. 500 തന്നെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കരീംഭായി പറഞ്ഞോണ്ടാ. ഒരൊറ്റ പൈസ കൂടുതൽ കൊടുത്തു പോരുത്. ഓനൊരു പുതിയ ഇറക്കുമതി ചരക്കാ. ആ അബു സർദാറിന്റെ ആളാ. ഓരൊക്കെ ആണല്ലോ ഇവിടുത്തെ കിങ്ങള്. ഇതൊക്കെ തൂക്കം നോക്കി വരുന്നതാ. നീ സബൂർ കറോ, ഇത് ബൊമ്പായി അല്ലേ. എന്ത് തന്നെ വന്നാലും ഞാനുണ്ട് ഇവിടെ. നീ ഒരു കാര്യം ചെയ്യ്, ഉള്ള സമയം കൊണ്ട് ബീവിന്റെ അടുത്ത് കൂടി ചെന്ന് ഒത്തിരി ചെല്ലേ.